ാണ് അവിടെ രക്ഷാദൗത്യത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ സാധ്യമായ എല്ലാ സംവിധാനങ്ങളെയും വളരെ വേഗത്തിൽ ആ ദുരന്തം നടന്ന സ്ഥലത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പ്രധാനം. സൈന്യത്തിൻ്റെ അടക്കം ജില്ലാ ഭരണകൂടത്തിൻ്റെ പോലീസിൻ്റെ ഒക്കെ സംഘങ്ങൾ അവിടെ രക്ഷാദൗത്യത്തിൻ്റെ ഭാഗമാകുന്നു. ഈ മണിക്കൂറുകൾ നിർണായകമായ മണിക്കൂറാണ്. ദുരന്തം നടന്നുള്ള ആദ്യ മണിക്കൂറുകളാണ്. അതിൽ ഒരു ജീവൻ പോലും ഈ കെട്ടിടങ്ങൾക്കിടയിലൊന്നും കുടുങ്ങിക്കിടക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്നതിൻ്റെ ഭാഗമായുള്ള പരിശോധനയും തെരച്ചിലുമാണ് അവിടെ നടക്കുന്നത്. ഒരു ഗ്രാമത്തെ ഒന്നാകെ വിഴുങ്ങുന്ന തരത്തിലാണ് ഇങ്ങനെ മിന്നൽ പ്രളയം ഇരച്ച് എത്തിയത്. ആ മേഖലയിൽ ഒന്നാകെ ചെളിയും വലിയ പാറക്കഷ്ണങ്ങളും മരക്കഷ്ണങ്ങളും ഒക്കെ നിൽക്കുന്ന നിലയാണ് ഉള്ളത്. വലിയ കെട്ടിടങ്ങൾ 2ഉം 3ഉം നിലകളുള്ള കെട്ടിടങ്ങൾ വരെ അനായാസം നിലംപൊത്തുന്ന നിലയിലേക്ക് അത്രയും തീവ്രമായൊരു ദുരന്തമാണ്, അത്രയും വലിയ ആഘാതമുണ്ടാക്കിയ ഒരു ദുരന്തമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. 60ഓളം പേർ മിസ്സിംഗ് ആണ് എന്നുള്ളതാണ് പ്രാഥമിക വിവരശേഖരണത്തിൽ ലഭ്യമായിരിക്കുന്ന വിവരം. അവരൊക്കെ സുരക്ഷിതരാണോ എന്നുള്ള കാര്യമൊന്നും അറിയില്ല. ഈ കെട്ടിടങ്ങളിലൊക്കെ, ഈ ഒഴുകിപ്പോയ കെട്ടിടങ്ങളിലൊക്കെ ആളുകൾ ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യത്തിലൊന്നും വ്യക്തമല്ല. ഉച്ചയ്ക്കൊരു 1 മണിക്ക് ശേഷമാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. നേരത്തെ നമ്മൾ ചൂണ്ടിക്കാട്ടിയതുപോലെ വിനോദസഞ്ചാരത്തിന് വലിയ പ്രാധാന്യമുള്ളൊരു മേഖലയാണ്. ഒരുപാട് വിനോദസഞ്ചാരികൾ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് നിന്നൊക്കെ എത്തുന്ന ഒരു പ്രദേശം കൂടിയാണത്. ഉത്തരാഖണ്ഡിലെ കാലാവസ്ഥയാണെങ്കിൽ കഴിഞ്ഞ കുറച്ച് ദിവസമായി വളരെ മോശമായി നിൽക്കുന്ന നിലയുണ്ട്. അതിൻ്റെ ഭാഗമായുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ അവിടെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. അതിനിടയിലാണ് അപ്രതീക്ഷിതമായി ഇങ്ങനെയൊരു ദുരന്തം എത്തിയത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ഒരു മലയിൽ നിന്നൊന്നാകെ വെള്ളം ഇരച്ച് എത്തുകയായിരുന്നു. അതിൽ തന്നെ വലിയ പാറക്കഷ്ണങ്ങളൊക്കെ ഉണ്ട്. കെട്ടിടങ്ങളൊക്കെ ഒന്നാകെ ഒലിച്ചു പോകുന്ന നിലയുണ്ടായിട്ടുണ്ട്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഭാഗത്തിനപ്പുറത്തേക്കും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് വിനോദസഞ്ചാരികൾ പകർത്തിയ ദൃശ്യമാണ്. നേരത്തെ ഈ മലയാളി സമാജത്തിൻ്റെ പ്രതിനിധി ദിനേശ് നമ്മളോട് സംസാരിച്ചിരുന്നു. അദ്ദേഹം അവിടെ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. മലയാളികൾ ആരെങ്കിലും ഇതിൽ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടോ എന്നത് സംബന്ധിച്ചൊന്നും ഈ ഘട്ടത്തിൽ ഒരു വ്യക്തതയും നമുക്കില്ല. അങ്ങനെ അത്തരത്തിലുള്ള വിവരങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. എങ്കിലും ഈ ഹോം സ്റ്റേകളൊക്കെ പ്രവർത്തിക്കുന്ന, നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നതിലധികവും ഹോം സ്റ്റേകളാണ്, ഹോട്ടലുകളാണ് എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും വലിയ നാശനഷ്ടം ഉണ്ടായിരിക്കുന്നു. രക്ഷാദൗത്യമാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനം. അതവിടെ നടക്കുന്നുണ്ട്. വലിയ നാശനഷ്ടമുണ്ടായി എന്ന് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി സ്ഥിരീകരിക്കുന്നുണ്ട്. മേഖലയിലെ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. അദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സ്ഥിതിഗതികൾ കേന്ദ്ര സർക്കാർ തേടിയിട്ടുണ്ട്. അതിനിടയിൽ 4 മരണം എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുന്നത് ജില്ലാ മജിസ്ട്രേറ്റ് പ്രശാന്ത് ആര്യയാണ്. അച്യുതൻ വിവരങ്ങളുമായി തുടരുന്നുണ്ട്. അച്യുതൻ, പുതിയ വിവരങ്ങൾ വരുന്നുണ്ടോ അച്യുതൻ? റിജിത്ത്, ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് കൂടുതൽ സംഘങ്ങൾ രക്ഷാപ്രവർത്തനത്തിനായി അവിടേക്ക് പുറപ്പെടുകയാണ് എന്നൊരു സൂചനയാണ് ലഭിക്കുന്നത്. നിലവിൽ 16 അംഗ സംഘം, ഈ ITBPയുടെ സംഘം അവിടെ എത്തിയിട്ടുണ്ട്. രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകാൻ എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ NDRFൻ്റെ 3 അംഗ സംഘങ്ങളും ഇപ്പോൾ അവിടേക്ക് എത്തിയിട്ടുണ്ട്. കൂടുതൽ ITBPയുടെ സംഘത്തെ കൂടി ഇപ്പോൾ ഇവിടേക്ക് അയക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നതടക്കമുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. അതായത് വരുന്ന മണിക്കൂറുകളിൽ രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കുവാനുള്ള ശ്രമം. കാരണം സമയം കഴിയുന്തോറും അത് രാത്രിയിലേക്ക് അടുക്കുന്ന സമയമാണ്. അപ്പോൾ അതിനു മുൻപ് തന്നെ രക്ഷാപ്രവർത്തനം അതിവേഗത്തിലാക്കി രക്ഷിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ ഈ തകർന്ന വീടുകൾക്കടിയിൽ പെട്ടുകിടക്കുന്നവരെയും ഒഴുക്കിൽപ്പെട്ടവരെയും രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ അത് ഊർജിതമാക്കുവാനുള്ള ഒരു നീക്കമാണ്. അത്തരമൊരു നടപടികളിലേക്ക് കൂടിയാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിലവിൽ കൂടുതൽ സംഘങ്ങൾ രക്ഷാപ്രവർത്തനത്തിനായി ഇപ്പോൾ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. NDRFൻ്റെയും അതുപോലെ തന്നെ ITBPയുടെയും ഒപ്പം സൈന്യവും ഈ രക്ഷാപ്രവർത്തനത്തിൽ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ എത്രയും വേഗത്തിൽ കൂടുതൽ പേരെ ഈ ദുരന്തത്തിൽപ്പെട്ട, അല്ലെങ്കിൽ ഈ ഒഴുകിയെത്തിയ ഇരച്ചെത്തിയ വെള്ളത്തിൽപ്പെട്ട അവരെ എത്രയും വേഗത്തിൽ അവരെ രക്ഷിക്കുക എന്ന പ്രവർത്തനത്തിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ സംഘങ്ങൾ ഇവിടെ എത്തുകയാണ്. എന്തായാലും അപ്രതീക്ഷിതമായി ഉത്തരകാശിയിലെ ജനങ്ങളെ ആകെ ഭയത്തിലാക്കി അവരെ, അങ്ങനെയാണ് ഒരു മിന്നൽ പ്രളയം ഇപ്പോൾ ഉത്തരകാശിയിലെ ധരാലിയിൽ ഉണ്ടായിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിരവധി വീടുകളെ, ഏതാണ്ട് 30-ലധികം വീടുകളെ ഈ നദി, കുത്തൊലിച്ചത്തെ നദിയുടെ ഒഴുക്കിൽപ്പെട്ട പോയതായാണ് വിവരങ്ങൾ. അതിൽ 60ഓളം പേരെ കാണാതെയായി എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അതുകൊണ്ട് തന്നെ കാണാതായവരെ കണ്ടെത്തുവാനുള്ള ഊർജിത ശ്രമങ്ങളിലേക്ക് കൂടിയാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം കടന്നിരിക്കുന്നത്. മനേര, ബഡ്കോട്ട്, ഡെറാഡൂൺ എന്നിവിടങ്ങളിൽ നിന്ന് NDRFൻ്റെ കൂടുതൽ സംഘങ്ങൾ ഇപ്പോൾ എത്തുകയാണ്.
വരികയാണ്. വ്യോമമാർഗമുള്ള രക്ഷാപ്രവർത്തന നടപടികളും നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഹെലികോപ്റ്ററുകൾ വഴിയും മറ്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ചും വ്യോമമാർഗം കൂടി രക്ഷാപ്രവർത്തന നടപടികൾ ഇപ്പോൾ ആരംഭിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിരിക്കുന്നു എന്നതാണ്. എന്തായാലും സൈന്യം അത്തരം കാര്യങ്ങളുടെ ഏകോപനത്തോടു കൂടിയായിരിക്കും ഈ രക്ഷാപ്രവർത്തന നടപടികൾ ആ ഒരു സാഹചര്യത്തിലേക്ക് കൂടി കടക്കുക എന്നതാണ്. എന്തായാലും സമയം അതിക്രമിക്കുന്നതിന് മുൻപ് തന്നെ രക്ഷാപ്രവർത്തനം ഊർജിതമാക്കി ഈ കാണാതെയായവരെ കണ്ടെത്തുവാനുള്ള ശ്രമങ്ങൾ അത് വേഗത്തിൽ നടത്തുക എന്ന ലക്ഷ്യമാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തന സംഘത്തിന് മുൻപിൽ ഉള്ളത്. എന്തായാലും ദൃശ്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരു വലിയ ഒരു ഉരുൾപൊട്ടൽ, അതിനുശേഷം നദിയിലുണ്ടായിരിക്കുന്ന അത്തരത്തിൽ കുത്തൊഴുക്കാണ് ഉണ്ടായത്. അപ്പോൾ അതൊരു വലിയ അപകടമായി തന്നെ ഈ ഗ്രാമത്തെ, ദരാലി ഗ്രാമത്തെ ഒലിച്ച് അല്ലെങ്കിൽ വൻ നാശനഷ്ടം സൃഷ്ടിക്കുന്ന തരത്തിലുള്ള ഒരു ഒഴുക്കാണ് ഉണ്ടായിരിക്കുന്നത്. NDRFന്റെ കൂടുതൽ സംഘം രക്ഷാദൗത്യത്തിന്റെ ഭാഗമായി അവിടേക്ക് എത്താൻ പോവുകയാണ്. ഈ മണിക്കൂറിൽ രക്ഷാദൗത്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില നീക്കങ്ങൾ സൈന്യത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നു. വ്യോമമാർഗമുള്ള രക്ഷാപ്രവർത്തനത്തിനും നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന വിവരം.